ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഓർച്ചിട്ട് പോകാം കേട്ടോ. വൃശ്ചികം നടക്കുമല്ലേ. അപ്പോൾ ഞാൻ സെക്കൻഡ് ഡേ ആണ് പോകുന്നത്. ആദ്യത്തെ ദിവസം ചേട്ടൻ്റെ ചേച്ചിയുടെ കൂടെ ഒക്കെ പോയായിരുന്നു. അടിച്ച് പൊളിച്ച് തിമിർത്ത് സ്ട്രൈറ്റിലൊക്കെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളിത് ഇറങ്ങാൻ നേരത്ത് തന്നെ പപ്പി ചേച്ചിയുടെ വക കുറേ സ്നേഹപ്രകടനമൊക്കെ ആയിരുന്നു. മറ്റേ ആൾ സൈലൻ്റ് ആട്ടോ. എന്നിട്ട് നമ്മൾ തിരക്കായതുകൊണ്ട് ഇച്ചിരി ദൂരെയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓച്ചിറയിലേക്ക് നടന്നാണ് പോയത്. ചെന്നപ്പോൾ തന്നെ ദേ ഈ ഒരു റൈഡാണ് കാണുന്നില്ലേ എൻ്റെ മോനെ. പെൻഡുലം എന്നാ പേര്. നമ്മുടെ ഈ വണ്ടർലയിലെ സ്പേസ് ഗണ്ണിൻ്റെ ഒരു എഫക്റ്റ് ആട്ടോ. ഞാനിത് കഴിഞ്ഞ ദിവസം കയറി. എൻ്റെ പൊന്നുഗായ്സ്, ഞാൻ സ്വർഗ്ഗം കണ്ടു. പക്ഷെ മസ്റ്റ് ആയിട്ടോ കേട്ടോ. ഇതിൽ കയറിയ സമയത്ത് എനിക്കൊരു ഒരു സീൻ പറ്റിയായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ ലോക്ക് തിരിച്ച് മാറ്റുന്ന സമയത്ത് എൻ്റെ കൈ പുറത്ത് കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് വീണിങ്ങനായി. ഇപ്പോൾ ഇത് ഇച്ചിരി കൂടെ തയ്യാറോടാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ഫുഡും മറക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു പാനിപ്പൂരിയും കഴിച്ചു. അവിടെ നമ്മൾ റിങ്ങറിയിലും പന്തറിയിലും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സകല കടയിലും കയറി ഇറങ്ങി മാക്സിമം. അങ്ങനെ നടന്ന സമയത്ത് പഴയകാല മിഠായികൾ വിൽക്കുന്ന ഒരു കട കണ്ടു. അപ്പോൾ അതേ അച്ഛൻ്റെ കണ്ണി പുളിമിഠായി വിട്ടു. ആ അങ്കിൾ പറഞ്ഞ് മൊത്തം കൂടെ എടുക്കണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് മൊത്തം അതങ്ങ് കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒരു ഐസ്ക്രീം മേടിച്ചു. അപ്പോഴാണ് എൻ്റെ അമ്മ ആലോചിക്കുന്നത് അമ്മയ്ക്ക് തൊണ്ടവേദനയാണെന്ന്. ആ ഐസ്ക്രീമും ഞാൻ കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ മഹാമേളയ്ക്ക് ചെന്ന സമയത്ത് അവിടെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു ഗൈസ്. ബുക്സൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എടുത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പയ്യനെ ഇങ്ങനെ ഇറങ്ങി. ഒരു 11:30 കഴിഞ്ഞു ഇറങ്ങിയപ്പോഴത്തേനും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ദേ ചേച്ചി പിന്നെ അവളുടെ വക സ്നേഹപ്രകടനങ്ങൾ. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ ചെന്നപ്പോഴാണോ ഫുഡിൻ്റെ കാര്യം ആലോചിച്ചതെന്ന് അറിഞ്ഞൂടാ. അവൻ ഇപ്പോഴാണ് ഗൈസ് ആർത്തിയോടെ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ചേച്ചി നമ്മളെ തലങ്ങും വിലങ്ങും വിട്ട് പൂട്ടുമായിരുന്നു. എന്നിട്ട് നമ്മൾ പയ്യെ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. നാളെ ചേട്ടനെ ചേച്ചിയുടെ കൂടെ ചിലപ്പോൾ ഓച്ചറ പോകായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.